എന്തുകൊണ്ടാണ് ട്രംപ് 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ലെന്ന് ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നത്? ലോകം കരുതുന്നത് അദ്ദേഹം സമാധാനത്തിന് ഒരവസരം നൽകിയെന്നാണ്. എന്നാൽ ചരിത്രമറിയുന്നവർക്ക് ഇതൊരു സമാധാന ശ്രമമല്ല, മറിച്ച് ഒരു ഭീകരമായ ചതിക്കുഴിയാണ്. ട്രംപ് വെറുമൊരു പ്രസിഡന്റല്ല, അദ്ദേഹം ഒരു പക്ക ബിസിനസ്സുകാരനാണ്. ഈ 5 ദിവസത്തിന് പിന്നിൽ അദ്ദേഹം കണക്കുകൂട്ടുന്ന ലാഭനഷ്ടങ്ങൾ നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് പിന്നോട്ടു പോകാം. കഴിഞ്ഞ ഫെബ്രുവരി 28 അന്ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ഹൃദയഭാഗത്ത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി നടത്തിയത്. അന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി കൊല്ലപ്പെട്ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് ഇറാനിൽ ശനിയാഴ്ച, അമേരിക്കയിൽ അത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയും. എന്തുകൊണ്ട് അന്ന് ആ സമയം തിരഞ്ഞെടുത്തു? ഇനി ഇതിലെ ഏറ്റവും വലിയ കളി നോക്കാം. മാർച്ച് 27 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അമേരിക്കൻ മാർക്കറ്റ് വാൾ സ്ട്രീറ്റ് ക്ലോസ് ചെയ്യും. പിന്നീട് തിങ്കളാഴ്ച രാവിലെ വരെ ലോകവിപണി ഫ്രീസ് ആയിരിക്കും. ഈ 64 മണിക്കൂർ സമയം ട്രംപിന്റേതാണ്. മാർക്കറ്റ് അവധിയായതിനാൽ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കാതെ തന്നെ ട്രംപിന് ഇറാന്റെ പവർ പ്ലാന്റുകളും എണ്ണ കേന്ദ്രങ്ങളും ആക്രമിക്കാനും പിടിച്ചെടുക്കാനും കഴിയും. ഒരു ബിസിനസ്സുകാരൻ തന്റെ പണം സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന യുദ്ധമാണിത്. സത്യമിതാണ്, ട്രംപ് നൽകിയ ഈ 5 ദിവസത്തെ നോ അറ്റാക്ക് കാലാവധി സമാധാനത്തിനല്ല, മറിച്ച് സ്പെഷ്യൽ ഫോഴ്സുകൾക്ക് കൃത്യമായ സ്ഥാനങ്ങളിൽ എത്താനുള്ള സമയമാണ്. വെറുമൊരു മിസൈൽ ആക്രമണം കൊണ്ടോ വ്യോമാക്രമണം കൊണ്ടോ ഇറാനെ കീഴടക്കാൻ കഴിയില്ലെന്ന് ഒരു ബിസിനസ്സുകാരനായ ട്രംപിനറിയാം. അതുകൊണ്ട് കരസേനാ നീക്കത്തിനായി 82nd എയർബോൺ ഡിവിഷനെയും മറീൻ യൂണിറ്റുകളെയും സജ്ജമാക്കാനാണ് ഈ 5 ദിവസം ഉപയോഗിച്ചത്. പിന്നെ ചർച്ചകൾ നടത്തുന്നു എന്ന് പറഞ്ഞത് അതൊരു കുറുക്കൻ ബുദ്ധിയാണ്. ഇറാന്റെ കമാൻഡ് സ്ട്രക്ചറുകൾ കുറച്ചധികം തകരാറിലായിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഇറാനിലെ അധികാരസ്ഥാനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണിത്. എന്തുകൊണ്ട് അർദ്ധരാത്രി? അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച നൈറ്റ് വിഷൻ സാങ്കേതികവിദ്യയുണ്ട്. ഇറാന്റെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ അർദ്ധരാത്രിയിലെ ഇരുട്ടിൽ ആകാശത്ത് നിന്ന് സൈനികരെ ഇറക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. ഇരുട്ട് അവർക്കൊരു കവചമാണ്. ശത്രു ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും മാരകമായ പ്രഹരമേൽപ്പിക്കുക എന്നതാണ് യുദ്ധതന്ത്രം. ഫെബ്രുവരി 28 നടന്നതും ഇതുതന്നെയായിരുന്നു. ചരിത്രം ആവർത്തിക്കാനാണ് ട്രംപ് പ്ലാൻ ചെയ്യുന്നത്. ഈ 64 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളും പവർ ഗ്രിഡുകളും നിയന്ത്രണത്തിലാക്കിയാൽ തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോഴേക്കും അമേരിക്ക വിജയകൊടി പാറിച്ചിട്ടുണ്ടാകും. യുദ്ധം ജയിക്കുക മാത്രമല്ല, ലോകത്തിലെ എണ്ണ വിപണിയുടെ നിയന്ത്രണം കൂടി ഏറ്റെടുക്കുക എന്നതാണ് ഈ ബിസിനസ് പ്ലാൻ. പക്ഷേ ഇറാൻ അത്ര എളുപ്പത്തിൽ കീഴടങ്ങുമോ? റഷ്യയും ചൈനയും ഈ നീക്കത്തെ എങ്ങനെ നോക്കിക്കാണും? കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യൂ.